ഹായ് ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടിക്ടോക്കിൻ്റെ ചെറിയൊരു ബയോഗ്രഫിയാണ്, ചെറിയൊരു ഹിസ്റ്ററി എന്ന് പറയാം. അപ്പോൾ ഗെയ്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഗെയ്സ്, ദിസ് ഈസ് ANTI-PIRACY ഫ്രം ANTI. Had no need to fight tonight. ടിക്ടോക്കിനെ കുറിച്ച് അറിയുമ്പോൾ ആദ്യം നിങ്ങൾ മ്യൂസിക്കലിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ബിക്കോസ് നിങ്ങളിപ്പോൾ കാണുന്ന ടിക്ടോക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മ്യൂസിക്കലി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ സ്ഥാപകർ അല്ലെങ്കിൽ മ്യൂസിക്കലി ഇൻവെൻറ്റ് ചെയ്തത് അലക്സ് യു ആൻഡ് ലൂയിസ് സാങ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠനം പൂർത്തിയാക്കിയ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇരിക്കെ മ്യൂസിക്കലി ജനപ്രീതി നേടുകയും ചൈനയിൽ വൻ ഹിറ്റാവുകയും ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനുകളിൽ ഇടം നേടുകയും ചെയ്തു. ഇതേ സമയം ടിക്ടോക്ക് ഡെവലപ്പറായ യാമിമിങ് ബീജിംഗ് ആസ്ഥാനമാക്കി തൻ്റെ ബൈസ്റ്റാൻസ് കമ്പനിയുടെ ഉടമസ്ഥതയിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിച്ചു. ഈ സമയം അദ്ദേഹം ടിക്ടോക്കിന് രൂപം നൽകിയിട്ടില്ല. ഈ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഒരുപാട് പുതിയ ഫീച്ചറുകൾ കൊണ്ടുവന്നു. അത് മ്യൂസിക്കിലേക്കാൾ ഒരുപാട് ഗുണമേറിയതുമായിരുന്നു. മ്യൂസിക്കലിൽ ലിപ് സമന്വയം അഥവാ ഡബ് സ്മാഷ് മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. എന്നാൽ ബൈസ്റ്റാൻസ് പ്ലാറ്റ്ഫോമിൽ ഡാൻസ്, കോമഡി, ടാലൻറ്റ് അങ്ങനെ നമ്മുടെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ യാമിമിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം മറ്റ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ആപ്ലിക്കേഷനുകളേക്കാൾ മികച്ചു നിന്നു. 2016 വരെ ഈ പ്ലാറ്റ്ഫോം ചൈനയിൽ മാത്രമേ ഉപയോഗത്തിലുണ്ടായിരുന്നുള്ളൂ. അഥവാ ചൈനയിലുണ്ടായിരുന്ന ആളുകൾക്ക് അവരുടെ ഓരോ കഴിവുകൾ പരസ്പരം അറിയിക്കാനും അത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാനുമുള്ള ഒരവസരം മാത്രമേ ഈ പ്ലാറ്റ്ഫോമിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2017 തുടക്കത്തിൽ ഈ പ്ലാറ്റ്ഫോം iOS ആൻഡ് ആൻഡ്രോയിഡ് വേർഷനുകളിൽ ഗ്ലോബലി റിലീസ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് നമ്മൾ മലയാളികൾ ഉൾപ്പെടെ ഈ ലോകം മുഴുവൻ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ തുടങ്ങിയതും. ഇതിൻ്റെ വരവോടെയും ഗ്ലോബൽ റിലീസിൻ്റെ കാരണത്താലും മ്യൂസിക്കൽ അഥവാ മ്യൂസിക്കലി പ്ലാറ്റ്ഫോം പറ്റി ഡൗൺ ആവുകയും ഷട്ട് ഡൗൺ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ യാമിമിങ് തൻ്റെ പ്ലാറ്റ്ഫോം ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ മ്യൂസിക്കലിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നത്. അങ്ങനെ 2018 ഓഗസ്റ്റ് 2 യാമിമിങ് തൻ്റെ പ്ലാറ്റ്ഫോം മ്യൂസിക്കലിയും ലയിപ്പിച്ച് ഒന്നാക്കുകയും ടിക്ടോക്ക് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഇതോടെ ടിക്ടോക്കിൻ്റെ ഗ്ലോബൽ ഡൗൺലോഡ് നിരക്ക് വളരെയധികം വർദ്ധിച്ചു. ഇത്രയും ഡൗൺലോഡുകൾ നേടുന്ന ചൈനയിലെ ആദ്യത്തെ ആപ്ലിക്കേഷനായും 2018 ഒക്ടോബറിൽ US-ൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനായും ടിക്ടോക്ക് മാറി. 2010 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്ത 7ാമത്തെ മൊബൈൽ ആപ്ലിക്കേഷനായി ടിക്ടോക്ക് മുദ്രകുത്തി. ഇങ്ങനെയാണ് മ്യൂസിക്കലി നമ്മളിന്ന് കാണുന്ന ടിക്ടോക്കായി മാറിയത്. ഒരിക്കലും ഇത് ടിക്ടോക്കിൻ്റെ ഡീറ്റെയിൽ ഹിസ്റ്ററി അല്ല. ടിക്ടോക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഒരു ഷോർട്ട് ഹിസ്റ്ററിയായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധമായി എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കണും എനേബിൾ ചെയ്തോളി. സോ ഗൈസ്, വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ദിസ് ഈസ് ANTI-PIRACY ഫ്രം ANTI. നമസ്കാരം.